ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. നഗരവും നാടുമൊക്കെ വൃന്ദാവനമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയാകുന്നത്. നമ്മൾ ഗുരുവായൂരിലെ കാഴ്ചകളൊക്കെ കണ്ടു. വലിയ ഭക്തജന തിരക്കാണ്. മണിക്കൂറുകളായി ഭക്തർ കണ്ണനെ വണങ്ങാനായി കാത്ത് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് തിരുവനന്തപുരത്തേക്ക് കൂടി പോകാം. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ശ്രീനന്ദ തയ്യാറാണ്. ശ്രീനന്ദ, എങ്ങനെയാണ് ഈ ജന്മാഷ്ടമി ദിവസത്തിലെ അവിടുത്തെ കാഴ്ചകൾ? ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭക്തജന ഒഴുക്ക്? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ വൻ ഭക്തജന തിരക്ക് തന്നെയാണ് രാവിലെ മുതലേ ഈ ഒരു തിരുവനന്തപുരത്തുള്ള നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലുള്ളത്. രാവിലെ പൂജകളൊക്കെ കഴിക്കാൻ വേണ്ടി നിരവധി ആളുകളാണ്, ഭക്തജനങ്ങളാണ് കണ്ണനെ അമ്പാടിയൊന്ന് കാണാനായി ഇവിടേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭക്തജനങ്ങളുടെ തിരക്കുണ്ട്. കുട്ടികൾ, രാധമാരും കൃഷ്ണന്മാരും മുതിർന്നവരും എല്ലാവരും തന്നെ കൃഷ്ണനെ കാണാനായി, കണ്ണനെ ഒരു നോക്ക് കാണാനായി വരും. മണിക്കൂറിലെല്ലാം തന്നെ വൻ ഭക്തജനങ്ങളുടെ തിരക്കായിരിക്കും ഈ ഒരു ക്ഷേത്രാങ്കണത്തിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി വിശേഷാൽ പൂജയും കലശാഭിഷേകം ഒക്കെ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മോടൊപ്പം സബ് ഗ്രൂപ്പ് ഓഫീസർ ഉണ്ട്. സർ, എന്താണ് നമ്മുടെ ഇപ്രാവശ്യം ഈ ഒരു ജന്മാഷ്ടമിയോടനുബന്ധിച്ചുള്ള പൂജകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? എല്ലാം കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ ഭംഗിയായി ചെയ്യാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഭക്തജനങ്ങൾ സൗകര്യപ്രദമായ രീതിയിൽ ദർശനത്തിലെ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എന്താണ് സാറ് ഇവിടെ എത്തിയിട്ടുള്ള ആദ്യത്തെ ജന്മാഷ്ടമിയാണെന്നാണ് കുറച്ച് മുൻപ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ആദ്യത്തെ ഒരു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം എങ്ങനെയുണ്ട് എന്നാണ് തോന്നിയത്? വളരെ ഭംഗിയായി നടക്കുകയാണ്. വളരെ ഭക്തജനങ്ങളുടെ തിരക്കൊക്കെ എങ്ങനെയാണ് രാവിലെ മുതൽ? തിരക്കുണ്ട്, അത്യാവശ്യം തിരക്ക് കാര്യങ്ങളെല്ലാം നന്നായി വരുന്നുണ്ട്. വരും മണിക്കൂറിൽ തിരക്ക് കൂടുമോ? തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ വൈകുന്നേരം ഘോഷയാത്രയൊക്കെ ഉണ്ട്? ഘോഷയാത്രയുടെ എങ്ങനെയാണ്? അതിന്റെ സമാപനം എവിടെയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ട സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു കലശാഭിഷേകമൊക്കെ വിശേഷാൽ പൂജകളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു കലശാഭിഷേകവും? അത് രാത്രി തഴപ്പൂജ. എന്തായാലും വൻ ഭക്തജന തിരക്കായിരിക്കും വരും മണിക്കൂറിൽ ഉണ്ടാവുക എന്ന് ഇവിടുത്തെ അധികൃതരൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിരവധി ഭക്തജനങ്ങളാണ് കണ്ണനെ ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിച്ചേരുന്നത്. ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ ഇപ്പൊ കഴിഞ്ഞിറങ്ങി, കണ്ണനെ കണ്ടിട്ട് ഇറങ്ങിയതാണ്? അതെ, തൊഴുതിറങ്ങിയതാണ്. ഞാൻ ദേവസ്വം ബോർഡ് ഓവർസിയറാണ്. എല്ലാ വർഷവും കണ്ണനെ കാണാനായിട്ട് വർഷവും വരും, എല്ലാ ഞായറാഴ്ചയും വരും. കണ്ണൻ എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഇപ്രാവശ്യം? ചൈതന്യം ഉണ്ടാവും, ചൈതന്യം കൂടുതലാണ്. തീർച്ചയായിട്ടും. എങ്ങനെയായിരിക്കും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? നല്ല രീതിയിൽ വർഷം തോറും നടക്കുന്ന കാലഘട്ടത്തിൽ ആൾക്കാർ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. നല്ല ശോഭായാത്രകളും പല ബാലികാബാലന്മാരുടെ യാത്രകളും എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വിശേഷാൽ പൂജയൊക്കെ ഉണ്ടല്ലോ ഇന്ന് രാത്രി, അർദ്ധരാത്രിയൊക്കെ? അതെ. എങ്ങനെയാണ് വൈകുന്നേരത്തെ ബാലഗോകുലത്തിന്റെ ഘോഷയാത്രയൊക്കെ? ടൗൺ മുറയെ ഘോഷയാത്ര, ടൗൺ മൊത്തം ഒരു ജനപ്രളയമാണ്. അപ്പോൾ നിരവധി കുട്ടി രാധമാരും കൃഷ്ണന്മാരും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഇന്നലെ ഉറിയടി അങ്ങനെയുള്ള ചടങ്ങുണ്ടായിരുന്നു അല്ലേ സാറേ? തീർച്ചയായിട്ടും നിരവധി ചടങ്ങുകളാണ് വൈകുന്നേരം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞു രാധമാരും കൃഷ്ണന്മാരും ഒക്കെ തന്നെ ആ വേഷങ്ങളിൽ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും രാവിലെ ഒരു 4 മണി മുതൽ തന്നെ ഈ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ ഭക്തജനങ്ങളുടെ ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും കണ്ണനെ ഒരു നോക്ക് കാണാനായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കണ്ണനെ കണ്ട് മടങ്ങുന്നവരുണ്ട്. മടങ്ങിയതിന് ശേഷം കുട്ടികളാണ് ഏറ്റവും കൂടുതലായി ഇവിടെ കണ്ണനെ കാണാനായി എത്തുന്നത്. എന്തായാലും ഈ ഒരു മണിക്കൂറിൽ ഇത്രത്തോളം തിരക്കാണ് എന്നുണ്ടെങ്കിൽ വരും മണിക്കൂറുള്ള തിരക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം അത്രത്തോളം തിരക്ക് തന്നെയായിരിക്കും വൈകുന്നേരങ്ങളിൽ അടക്കമുണ്ടാവുക. വൈകുന്നേരങ്ങളിൽ എന്തായാലും വിശേഷാൽ പൂജയും കലശാഭിഷേകവും ഒക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് ശ്രീകൃഷ്ണൻ. ആ ഒരു ദിവസമാണ് നമ്മൾ ജന്മാഷ്ടമി, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു ദിവസം വളരെ വലിയൊരു ആഘോഷമായി കൊണ്ടാടുന്നൊരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ഭക്തിസാന്ദ്രമാണ് നാടും നഗരവും ഒക്കെ തന്നെ. ലോകത്ത് എമ്പാടുമുള്ള ഒരു നന്മയ്ക്ക്
തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീനന്ദിയാണ് അവിടെ നിന്നുള്ള പ്രത്യേക പൂജകളുടെയും ഒപ്പം അവിടെ നിന്നുള്ള മറ്റ് വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ച് നമുക്ക് കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, എങ്ങനെയാണ് മലബാർ മേഖലയിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ? ഒപ്പം തന്നെ അവിടെ തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണുള്ളത്. എങ്ങനെയാണ് അവിടെ ഭക്തജന തിരക്ക്? രാഖി, ആദ്യമേ തന്നെ ജന്മാഷ്ടമി ആശംസകൾ നേരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് തിരുവച്ചിറ ക്ഷേത്രത്തിലാണ്, മീൻചന്ത ഭാഗത്തുള്ള ക്ഷേത്രത്തിലാണ്. രാവിലെ മുതൽ വലിയ തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. ഗോകുലവാസകനായി ഗോപരിപാലകനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ആ മണ്ണിൽ മയിൽപ്പീലിയുമായി ജനിച്ച ആ സുദിനം വന്നെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് ഇന്നീ ദിവസം. ഭഗവാനെ കാണാനായി ഭക്തരുടെ വലിയൊരു തിരക്കാണ് രാവിലെ മുതൽ അമ്പലത്തിലുള്ളത്. മാത്രമല്ല, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് തന്നെ അമ്പലത്തിൽ വിശേഷാൽ പൂജകളുണ്ട്, വഴിപാടുകളുണ്ട്. മാത്രമല്ല, അമ്പലത്തിൽ ഉറിയടി അടക്കമുള്ള നൃത്ത പരിപാടികളുണ്ട്. ഈ ഉച്ച സമയത്താണെങ്കിൽ സദ്യയുണ്ട്. ഈ പിറന്നാൾ സദ്യ, ഭഗവാനായി പിറന്നാൾ സദ്യയുണ്ട്. ഏകദേശം 5000-ലധികം ആളുകൾക്ക് ഇവിടെ സദ്യ ഒരുക്കിയിട്ടുണ്ട്. അതിനു മുന്നോടിയായി കലവറ നിറയ്ക്കലടക്കമുണ്ട്. അതായത് ഈ പിറന്നാൾ സദ്യയ്ക്ക് മുന്നോടിയായിട്ടുള്ള ആളുകൾക്ക് അതിലേക്ക് ഈ പച്ചക്കറി അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുവരാം. അങ്ങനെ കലവറ നിറയ്ക്കൽ അടക്കമുള്ള കാര്യങ്ങൾ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, വലിയ ക്യൂ ആണ്. അതായത് അമ്പലത്തിന് പുറത്തേക്ക് പോലും ക്യൂ എത്തുന്ന ഒരു സാഹചര്യം നിലവിൽ ഇവിടെയുണ്ട്. നിലവിൽ നട അടച്ചിരിക്കുകയാണ്. നട തുറന്നാൽ ഈ ക്യൂ രാവിലെ 6 മണി മുതൽ തന്നെ ഈ വലിയൊരു ഭക്തജന തിരക്ക് ഈ ക്ഷേത്രത്തിലുണ്ട്. കോഴിക്കോട്ടെ ഒരു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഈ രീതിയിലുള്ള ഭക്തജന തിരക്ക് ഈ ദിവസം അനുഭവപ്പെടാറുണ്ട്. രാവിലെ 6 മണി മുതൽ തന്നെ ഈ ഒരു ഭക്തജന തിരക്ക് ഈ അമ്പലത്തിലുണ്ട്. എല്ലാ വർഷവും ഇത്തരത്തിൽ അമ്പലത്തിലേക്ക് ആളുകൾ എത്താറുണ്ട്. എല്ലാ വർഷവും ഈ ദിവസം അമ്പലത്തിൽ വരാറുണ്ടോ? എന്തൊക്കെയാ ഇന്നത്തെ പ്രത്യേകത? എന്തൊക്കെയാ? നല്ലൊരു ദിവസം, കൃഷ്ണൻ ജനിച്ച ദിവസമാണ്. അപ്പോൾ നല്ല പ്രത്യേകതയാണ്. അതെ, ഈ വൈകുന്നേരം ഈ പരിപാടികളൊക്കെ ഉണ്ടോ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ? അതിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? കാണാറുണ്ട്, പോകുമ്പോൾ കാണാറുണ്ട്. അത് തന്നെയാണ് രാഖി. വൈകുന്നേരം വലിയ ഈ കോഴിക്കോടിനെ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള പിറന്നാൾ, ശ്രീകൃഷ്ണ ഭഗവാന്റെ പിറന്നാൾ ആഘോഷങ്ങളാണ് അമ്പലത്തിൽ ഉണ്ടാവുക എന്നതാണ്. മാത്രമല്ല, ശോഭായാത്രയുണ്ട്. അത് വലിയ ആഘോഷമാക്കാറുണ്ട് കോഴിക്കോട് സംബന്ധിച്ച്. അതിനൊക്കെയുള്ള ഒരുക്കങ്ങൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും. പിന്നീട് നഗരവും ഗ്രാമവും ഒക്കെ തന്നെ ഉണ്ണിക്കണ്ണന്മാരുമായി ഒരു അമ്പാടിയായി മാറുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് വരും മണിക്കൂറുകൾ നമ്മൾ പോകുന്നത്. എന്തായാലും കോഴിക്കോട് നഗരത്തിലെ മിക്ക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഈ രീതിയിലുള്ള ഒരു വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ഇന്നത്തെ ഈ ദിവസം വിശേഷാൽ പൂജകളും വഴിപാടുകളും അങ്ങനെ എല്ലാം ഉണ്ട്. മാത്രമല്ല, പല അമ്പലങ്ങളിലും നൃത്ത പരിപാടികളും അതുപോലെ തന്നെ സദ്യയും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇടതടവില്ലാതെ ആളുകൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ ഈ ദിവസം എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് ഇനി അമ്പലത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് കൂടി ചോദിക്കാം. എന്തൊക്കെ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്? ഇന്നിപ്പം ഉറിയടി മത്സരമുണ്ട്, വലിയൊരു ടീമിൻ്റെയാണ്. പിന്നെ അതിനുശേഷം ഭഗവാന്റെ പിറന്നാൾ സദ്യ ഉണ്ടാവും. ഇപ്പോൾ കളഭാഭിഷേകം നടക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഉഷപൂജ പറഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കളഭാഭിഷേകം നടക്കും. തന്ത്രിയുടെ സാന്നിധ്യത്തിലായിരിക്കും നടക്കുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ അമ്പലത്തിൽ ഒരുക്കാറുണ്ട്? എല്ലാ വർഷവും ഞങ്ങൾ വർഷത്തിൽ 3 പ്രാവശ്യമാണ് ഞങ്ങൾ കളഭാഭിഷേകവും ഈ സദ്യവട്ടങ്ങളും നടത്തുന്നത്. ഒന്ന് ഏകാദശി, പിന്നെ ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം, മൂന്നാമത്തത് അഷ്ടമി രോഹിണി പിറന്നാളാഘോഷം. ഇന്ന് വലിയ തിരക്കാണല്ലോ അമ്പലത്തിൽ കാണുന്നത്? തിരക്കാണ്. ഏകദേശം ഒരു 5000-6000 പേർക്കുള്ള സദ്യ തന്നെ ഉണ്ടാവും, ഒരുക്കുന്നുണ്ട്. അത് തന്നെയാണ് രാഖി. ഇന്ന് ഉച്ച സമയത്ത് 5000-ലധികം ആളുകൾക്ക് ഭഗവാന്റെ പിറന്നാൾ സദ്യ ക്ഷേത്രത്തിൽ ഒരുക്കുന്നുണ്ട് എന്നതാണ്. എന്തായാലും വലിയ ജനത്തിരക്ക്, വലിയ ഭക്തജനത്തിരക്ക് ഈ ദിവസം അമ്പലത്തിലേക്കുണ്ട്. ഈ ദിവസം ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിലേക്ക് പിറന്ന പൊന്നിൻ സുദിനം. ഈ ദിവസമല്ലാതെ മറ്റേത് ദിവസമാണ് ഭഗവാനെ കാണുക എന്നാണ് ഭക്തർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നോക്ക് ഉണ്ണിക്കണ്ണനെ കാണാനായി അമ്പലത്തിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലവും പരിസരവും ഒക്കെ ഭക്തിസാന്ദ്രമാകുന്ന ശ്രീകൃഷ്ണ മന്ത്രത്താൽ
മുഖരിതമാകുന്ന ഒരു നിമിഷമാണ് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഭഗവാന് പിറന്നാൾ ആശംസകൾ നേരുന്നവരുണ്ട്, ഭഗവാനെ കണ്ട് പ്രശ്നങ്ങളും ദുരിതങ്ങളും പറയുവാൻ എത്തിയവരുണ്ട്. എന്തായാലും സന്തോഷമായ ഭക്തിസാന്ദ്രമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അമ്പലവും പരിസരവും ഒക്കെ ശ്രീകൃഷ്ണ മന്ത്രത്താൽ മുഖരിതമാകുന്ന നിമിഷമാണ്. വരും മണിക്കൂറുകളിലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അമ്പലത്തിൽ അനുഭവപ്പെടും. എന്തായാലും നിലവിൽ വലിയ ഭക്തജന തിരക്കാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് തിരുവച്ചിറ ക്ഷേത്രത്തിലുള്ളത്. വരും മണിക്കൂറുകളിൽ വലിയ ആഘോഷ പരിപാടികളാണ് ഈ അമ്പലത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഉറിയടിയുണ്ട്, അതുപോലെ തന്നെ നൃത്തങ്ങളുണ്ട്. അങ്ങനെ വലിയ ഗംഭീരമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് അമ്പലത്തിൽ ഒരുക്കിയിരിക്കുന്നത്. രാഖി.